നമസ്തേ നമസ്തേ നമസ്തേ. അപ്പോൾ വൈകുന്നേരം ആസ് യൂഷ്വൽ 8 മണി സമയമായി ഇല്ലേ. നമ്മൾ ഇന്നലെയും ഒരു ലൈവ് സെഷനായിരുന്നു നമ്മൾ പോയിരുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ നാമജപത്തിൽ കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്തതുകൊണ്ടും രാമായണത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്തതുകൊണ്ടും നമുക്ക് മറ്റു പല കാര്യങ്ങളും നമുക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ബട്ട് അറ്റ് ദി സെയിം ടൈം ഒരുപാട് 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 സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉള്ളൊരു സെഷനായിരുന്നു. അപ്പോൾ എനിക്ക് ഇന്നലെ തോന്നി ലൈവ് സെഷനിൽ സമയം ഒരുപാട് കൂടുതൽ എടുത്തു എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ചോദിച്ച ചോദ്യങ്ങൾ ഞാനൊന്ന് ക്രമപ്പെടുത്തിയിട്ടുണ്ട്. ആ ചോദിച്ച ചോദ്യങ്ങളും ഇന്നലെ വരെ വന്ന ചോദ്യങ്ങളും ഞാൻ വളരെ ബ്രീഫായിട്ട് ഒന്ന് പറഞ്ഞു പോവാം. എടുത്തു പറയേണ്ട വിശേഷം എന്ന് പറയുന്നത്, നമുക്ക് ഇനിയിപ്പോൾ തൈപ്പൂയം വരുന്നുണ്ട്, പൗർണമി വരുന്നുണ്ട്. പൗർണമി നാളെ, പൗർണമിയുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തൈപ്പൂയമായി. അപ്പോൾ അടുത്ത 2 ദിവസവും ഹര ഹരോ ഹര 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 ഹരോ ഹര 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 ഹരോ ഹര ഹര ഹരോ ഹര 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 ഹരോ ഹര, അങ്ങനെ പ്രേമത്തോടെ ആനന്ദത്തോടു കൂടി നാമം ജപിച്ച് സന്തോഷത്തോടു കൂടി പോവേണ്ടുന്ന ദിവസങ്ങളാണ്. നമുക്ക് ചോദിച്ച ചോദ്യങ്ങളിലേക്ക് നമുക്ക് ഒരു ക്രമത്തിൽ നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വിവാഹത്തിന് പൊരുത്തം മാത്രം നോക്കിയാൽ മതിയോ എന്നുള്ളതായിരുന്നു. വളരെ ഫ്രാങ്കായിട്ട് ഉത്തരം പറയാം. ജാതക പൊരുത്തം എന്ന് പറയുന്നത് ഒരു ഗൈഡ് ലൈൻ മാത്രമാണ്. ഇറ്റ്സ് എ പ്യുവർ ഗൈഡ് ലൈൻ. നമ്മൾ ഒരുപാട് ആസ്പെക്റ്റുകൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളൊരു വിവാഹം. കാരണം എന്ന് പറയുന്നത്, വിവാഹം എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ നമുക്കറിയാം ഇല്ലേ, ഇത് വെറും 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധമല്ല, 2 കുടുംബങ്ങൾ തമ്മിലുള്ള, 2 സംസ്കാരങ്ങൾ തമ്മിലുള്ള ഒരു യൂണിറ്റിയാണ്. നോക്കിയും കണ്ടുമൊക്കെ നമ്മളത്, പ്രത്യേകിച്ച് അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോൾ നോക്കിയും കണ്ടുമൊക്കെ നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ഇഷ്ടമില്ലാത്ത അച്ഛൻ തൊട്ടതെല്ലാം കുറ്റമെന്ന് പറയുന്നത് പോലെ നമുക്ക് അവർ ചെയ്യുന്നതൊന്നും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, അവർക്ക് തിരിച്ചും. അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ഘടകങ്ങളും, പയ്യൻ്റെ ആണെങ്കിലും പെൺകുട്ടിയുടെ ആണെങ്കിലും, വിദ്യാഭ്യാസം, സാമൂഹിക സാംസ്കാരിക നിലവാരം, ഇതെല്ലാം നമ്മുടെ മെഷർ സ്കെയിലിൽ കൂടെ നമ്മളുമായിട്ട് പ്ലഗ് ഇൻ ആവുന്നു. ഒരാളും മോശക്കാരല്ല, ഒരാളും കൂടിയതുമല്ല, ഒരാൾ കുറഞ്ഞതുമല്ല. പക്ഷേ ആ ഒരു കൾച്ചർ നമ്മുടെ സിസ്റ്റവുമായിട്ട്, നമ്മുടെ വീടിൻ്റെ സിസ്റ്റവുമായിട്ട്, അല്ലെങ്കിൽ അവരുടെ വീടിൻ്റെ സിസ്റ്റവുമായിട്ട് നമ്മുടെ വീട്ടിലെ കുട്ടിക്ക് പൊരുത്തപ്പെടാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പെണ്ണ് കാണലിനെ കുറിച്ച്, അത് ഇന്നലെ വന്ന ചോദ്യമാണ്. പെണ്ണ് കാണലിനെ കുറിച്ച് പുരാണങ്ങളിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് പെണ്ണ് കാണലിനെ കുറിച്ച് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പുരാണങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ദേവന്മാരാണെങ്കിലും ദേവിമാരാണെങ്കിലും കണ്ടു, അവർ പരസ്പരം കണ്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് ജപിക്കാൻ ഏത് കാലത്തിനും ഏത് ചടങ്ങുകൾക്കും നമുക്ക് ജപിക്കാൻ പറ്റുന്ന ഒന്നാണ് ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത്. നമുക്ക് ഏത് കാലത്തും നമുക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ടൈം ആൻഡ് ബാക്കിയുള്ളതെല്ലാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജപിക്കാൻ പറ്റും എന്നുള്ളതാണ്. മൂന്നാമത് ഇന്നലെ വന്നൊരു ക്വസ്റ്റ്യനാണ്, വെജിറ്റേറിയൻ മാത്രമാണ് ഭക്തി എന്ന് വിശ്വസിക്കുന്നത് ശരിയോ? എൻ്റെ ഭർത്താവ് നോൺ വെജിറ്റേറിയൻ ആണ്, ഞാനത് കുക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ദൈവകോപം കിട്ടുമോ എന്നുള്ളതാണ്. നമ്മുടെ പല വീട്ടിലും പല അമ്മമാരുടെയും ഒരു ഡൗട്ടാണ് ഇല്ലേ. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ, സാധാരണ രീതിയിൽ നമ്മൾ സാത്വികമായ രീതിയിൽ എളുപ്പം ദഹിക്കാൻ കഴിയുന്നുള്ള നമ്മുടെ പല്ലുകൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇല്ലേ, സസ്യഭുക്കിൻ്റേതാണ് നമ്മുടെ പല്ലുകൾ ഇല്ലേ, വളരെ പരന്ന പല്ലുകളാണ്. നമുക്ക് സസ്യഭുക്കുകളുടേതാണ്. മാംസഭുക്കുകളുടെ പല്ലുകൾ നമ്മൾ ശ്രദ്ധിച്ചറിയാം. സിംഹത്തിൻ്റെയൊക്കെ കടുവയുടെയൊക്കെ പല്ലുകൾ ശ്രദ്ധിച്ചാൽ വളരെ ഷാർപ്പാണ് ഇല്ലേ. അപ്പോൾ ബൈ നേച്ചർ നമ്മൾ വെജിറ്റേറിയൻസ് അല്ലെങ്കിൽ ഒരു വെജിറ്റേറിയനിസം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. സാത്വികമായ ഗുണങ്ങളൊക്കെ ഉണ്ട് താനും. അറ്റ് ദി സെയിം ടൈം ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ കുടുംബത്തിൻ്റെ ഐക്യവും ഭദ്രതയും വളരെ വലുതാണ് ഇല്ലേ. നമ്മൾ ഈ നാമം ജപിക്കുന്നതും ഭജന പാടുന്നതും പൂജ ചെയ്യുന്നതും ഒക്കെ എന്തിനാണ്? സന്തോഷത്തോടെ മനസമാധാനമായിട്ട് ജീവിക്കാനാണ് ഇല്ലേ. ഇപ്പോൾ കൂടെ ജീവിക്കുന്ന പാർട്ട്ണറിന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വഴിക്ക് കഴിച്ചോട്ടെ ഇല്ലേ. ഇനി അതിൻ്റെ പേരും പറഞ്ഞു വേണോ ഇനി അടുത്തൊരു വഴക്കും അടുത്തൊരു അടിയും ബഹളവും ഒക്കെ ഉണ്ടായിട്ട് ഈ ചെയ്യുന്നതൊക്കെ മനസമാധാനത്തിനാണ് ഇല്ലേ. അപ്പോൾ അതിനെ അങ്ങനെ വിടുന്നതാണ്. പിന്നെ നമ്മുടെ സമ്പ്രദായങ്ങളിൽ തന്നെ വൈദിക സമ്പ്രദായം ഒഴിച്ചാൽ കൗളാചാരങ്ങളൊക്കെ ഇപ്പോൾ മാടായിക്കാവിൽ ഇല്ലേ, കണ്ണൂരുള്ള അമ്മമാരൊക്കെ ഉണ്ടല്ലോ, മാടായിക്കാവിൽ എന്താണ് പ്രസാദമായിട്ട് കൊടുക്കുന്നത്? മാടായിക്കാവ് മാത്രമല്ല, കളരിവാതിൽക്കൽ ക്ഷേത്രത്തിൽ ഇല്ലേ, അവിടെയൊക്കെ എനിക്ക് തോന്നുന്നത് മാംസം പ്രസാദമായി കൊടുക്കുന്ന ഒരു പതിവുണ്ട്. കളരിവാതിൽക്കൽ ക്ഷേത്രത്തിലും ശ്രദ്ധിച്ചിട്ടുണ്ട്, മാടായിക്കാവിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൽക്കട്ടയിലെ
ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കഴിച്ചത് കൊണ്ട് മാത്രം നമ്മൾ പൂർണ്ണമായിട്ടും അവിശ്വാസികളോ അല്ലെങ്കിൽ എന്താ പറയുന്നത് അസാൻമാർഗികളോ ഒന്നും ആവുന്നില്ല. ഇനി വെജിറ്റേറിയൻ ആയതുകൊണ്ട് മാത്രം നമ്മൾ പരിപൂർണ്ണ ഭക്തരുമാണെന്നുള്ള വിശ്വാസം പോരാ. വെജിറ്റേറിയനിസത്തിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി ടു ഡൈജസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കുടുംബത്തിൻ്റെ ഐക്യം ഭദ്രമാണ്, യുക്തമായത് ആലോചിച്ച് ചെയ്യാം, ഇല്ലേ? നാലാമത്തെ ചോദ്യം, ഞാൻ ഇന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം വളരെ പിൻ പോയിന്റ് ആയിട്ട് പറയുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ ലൈവിൽ എനിക്ക് അതുകൊണ്ട് കുറച്ച് വിസ്തരിച്ച് മറുപടി പറഞ്ഞതുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ പറ്റിയില്ല. നാമം ജപിക്കുന്നത് കൊണ്ട് എന്നെ എനിക്ക് കോട്ടയത്തിൽ നിന്ന് നാമം ജപിക്കുന്നത് കൊണ്ട് എനിക്ക് ഭ്രാന്താണെന്ന് പറയുന്നു. ശരിക്കും നാമം ജപിച്ചാൽ ലോകത്തിൽ ആർക്കാണ് ഭ്രാന്തില്ലാത്തത്? ഓരോരുത്തർക്കും ഓരോ ഭ്രാന്ത്, ഇല്ലേ? ചിലർക്ക് ആഹാരത്തിനോട് ഭ്രാന്ത്, ചിലർക്ക് സിനിമയോട് ഭ്രാന്ത്, ചിലർക്ക് പൈസയോട് ഭ്രാന്ത്, ചിലർക്ക് ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറയുന്നതിൽ ഭ്രാന്ത്. എല്ലാത്തിനും കൊണ്ട് ഓരോ സ്ക്രൂവിൻ്റെ പ്രശ്നം, ഇല്ലേ? നാമം ജപിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം, ഇല്ലേ? പണ്ടേ എപ്പോഴും ഈ നാമം ജപിക്കുന്നവരോട്, ഇല്ലേ? കാരണം പൊതുസമൂഹത്തിന് ഇങ്ങനെ നാമം ജപിക്കുന്ന അവൻ 10 ചീത്ത വിളിച്ചാലും സമൂഹത്തിന് കുഴപ്പമില്ല, ഇല്ലേ? അവൻ ഇറങ്ങി എന്ന് തെമ്മാടിത്തരം പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ അവൻ ഹരേ രാമ എന്ന് അവൻ 5 തവണ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉൾപ്പെടെ പറയൂടാ, അയ്യോ മക്കളെ നിനക്ക് അതിനുള്ള പ്രായമായില്ല, ഇനി മക്കൾക്ക് എന്ന് പ്രായമാകുമെന്ന്, ഇല്ലേ? അതൊക്കെ ഒരു 10-60 വയസ്സാവട്ടെ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഒരു സമ്പ്രദായം ഉള്ളത് കൊണ്ടാണ്, ഇല്ലേ? അപ്പോൾ അതൊന്നും കാര്യമാക്കേണ്ടതില്ല. ഇനി ഉറച്ചുള്ള ജപമാണ് വിഷയമെങ്കിൽ നമുക്ക് ആ ജപം ഒന്ന് കരമാല സമ്പ്രദായമൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. ജപം ഒന്ന് മനസ്സിനകത്ത് അൾട്ടിമേറ്റ്ലി നമ്മുടെ മനസ്സമാധാനമാണ് ഏറ്റവും വലുത്, ഇല്ലേ? അല്ല പിന്നെ ഏകാദശി ദിവസം ഉറങ്ങിയാൽ കുഴപ്പമുണ്ടോ? എൻ്റെ അമ്മ, ഞാൻ ഇതിനൊക്കെ എന്തോ പറയണ്ടേ? ദേവി ഭാഗവതത്തിനകത്ത് പറഞ്ഞു വയ്ക്കുന്ന ഒരു സിസ്റ്റമാണ് പകലുറക്കം ഒരു കാരണവശാലും നല്ലതല്ല. അപ്പം പിന്നെ ഏകാദശിയുടെ അന്ന് എടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല. ഏകാദശിയുടെ അന്ന് ഞാൻ ഇന്നലെയും ഒരു അപേക്ഷയായിരുന്നു, ചോദ്യങ്ങൾ ടൈപ്പ് ചെയ്യുന്നവർ ഒന്നുകിൽ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. ഈ മലയാളം ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സെഷനിൽ ആ ചോദ്യം വായിച്ചു വരാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിലേ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് കാവടി എടുക്കാമോ? തൈപ്പൂയം വരികയല്ലേ? ശരി, വളരെ റിലവൻ്റ് ആയിട്ടൊരു ചോദ്യമാണ്. ഞാൻ ഇങ്ങനെ വാട്സപ്പിൽ വരുന്ന ചോദ്യങ്ങളും ഞാനിങ്ങനെ നോട്ട് ചെയ്യുന്നുണ്ട്, ഇല്ലേ? വാട്സപ്പ് നമ്പർ 9961251423 എന്ന് പറയുന്നതാണ് വാട്സപ്പ് നമ്പർ. അതിനകത്ത് വിളിക്കരുത്, അത് വാട്സപ്പ് മാത്രമേ അതിനകത്ത് നോക്കലുള്ളൂ. അതാണ്. സ്ത്രീകൾക്ക് കാവടി എടുക്കാമോ? കുമാരകോവിലിൽ നമ്മുടെ എവിടെയാണെങ്കിലും ഏത് ഇതിനകത്തും അങ്ങനെ സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നും പറഞ്ഞു വച്ചിട്ടില്ല. സ്ത്രീകൾക്ക് കാവടി എടുക്കാം. പുലാവാലായ്മ, അയ്യോ ഇന്ന് കൊണ്ടോ ആ ചോദ്യം? പുലാവാലായ്മ എന്ന് പറയുന്നത് നമ്മളൊരു 150 തവണ പറഞ്ഞിട്ടുള്ള ചോദ്യമാണെങ്കിലും വീണ്ടും പറഞ്ഞു തരാൻ സന്തോഷമേ ഉള്ളൂ, അല്ലേ? പുലാവാലായ്മ ഉള്ളപ്പോൾ നാമം ജപിക്കാമോ? നാമം ജപിക്കാം, ദ്രവ്യശുദ്ധി പാലിക്കണമെന്ന് മാത്രം, ഇല്ലേ? നാമം ജപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവുകൊണ്ടല്ലേ നമ്മൾ നാമം ജപിക്കുന്നത്, ഇല്ലേ? പുലാവാലായ്മ ഉള്ളപ്പോൾ നമ്മൾ ആഹാരം കഴിക്കാതിരിക്കുന്നുണ്ടോ? പുലാവാലായ്മ ഉള്ളപ്പോൾ നമ്മൾ കുളിക്കാതിരിക്കുന്നുണ്ടോ? പുലാവാലായ്മ ഉള്ളപ്പോൾ നമ്മൾ ജപിക്കാതിരിക്കുന്നുണ്ടോ? നാമജപമാവാം. പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നത് ഒഴിവാക്കിയാൽ നന്ന്, അത്രയേ ഉള്ളൂ. സന്ധ്യയ്ക്ക് തുളസി പറിക്കാമെന്ന് എൻ്റെ ചെറിയമ്മ പറഞ്ഞു. 2 ഓപ്ഷൻ. ഒന്നുകിൽ ദേവി ഭാഗവതവും പറയുന്ന കേൾക്കുക, ഇല്ലേ? ആചാര്യന്മാരും ഋഷിവര്യന്മാരും പറഞ്ഞു വയ്ക്കുന്ന കേൾക്കുക, ഇല്ലെങ്കിൽ ചെറിയമ്മ പറയുന്നത് കേൾക്കുക. ഏതാണെങ്കിലും മനസമാധാനം ഏതിൽ കിട്ടുമോ അതാണ്. സാധാരണ ദേവി ഭാഗവതം അനുസരിച്ച് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ തുളസിയെ നമ്മൾ സ്പർശിക്കാറില്ല. കാരണം ഉച്ചയ്ക്ക് ശേഷം നമ്മൾ തുളസി എടുക്കുന്നത് വിഷ്ണു ഭഗവാന്റെ കണ്ഠത്തെ, വിഷ്ണു ഭഗവാന്റെ കഴുത്ത് മുറിക്കുന്നത് പോലെയാണെന്നാണ് നമ്മൾ പറയുന്നത്. സ്വർണ്ണപാദസരം, ഇന്നലെ ആ ചോദ്യത്തിന് വളരെ വ്യക്തമായിട്ട് ഉത്തരം പറഞ്ഞതാണ്. എങ്കിലും അത് ഒരിക്കൽ കൂടി വളരെ പറയുന്നു. സ്വർണ്ണപാദസരം സാധാരണ രീതിയിൽ നമ്മൾ സ്ത്രീകൾ ധരിക്കുന്ന പതിവ് കുറവാണ്.
കല്യാണ വിവാഹത്തിന് ശേഷം വെള്ളിയിലുണ്ടാക്കിയ മിഞ്ചി ധരിക്കുന്നതാണ് പതിവ്. ഇനി സ്വർണ്ണ പാദസരം ധരിച്ചേ പറ്റൂ, എനിക്ക് അല്ലാതെ അതല്ലാതെ വേറെ ഒരു വഴിയില്ല, എനിക്ക് 10 പേരെ കാണിക്കണം, ഇല്ലേ? സ്വർണ്ണ പാദസരം ഉടുത്ത് എനിക്ക് സാരിയൊക്കെ ഒന്ന് കുറച്ച് പൊക്കി കയറ്റി ഉടുത്ത് എൻ്റെ കാലിലും കൊലുസുണ്ടെന്ന് 10 പേരെ കാണിക്കണമെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ കാണിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല കേട്ടോ, ഇല്ലേ? എല്ലാം പറയുന്നത് പോലെ നാമജപം എന്നും പറയുന്നതും ജാതകം എന്ന് പറയുന്നതും ആസ്ട്രോളജി എന്ന് പറയുന്നതും ഒക്കെ സന്തോഷത്തോടെ ജീവിക്കാനാണ്, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് ധരിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധരിക്കാതിരിക്കുന്നതാണ് ഉത്തമം, ധരിക്കരുത് എന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ പറയുകയാണ്, എൻ്റെ ഒരു സാറേ ഇപ്പോൾ അച്ഛൻ കഷ്ടപ്പെട്ട് കല്യാണത്തിന് ഉണ്ടാക്കി തന്നതാണ്, എനിക്ക് ഒരു 5-6 മാസം കിട്ടണം, അതിനൊന്നും ഞാൻ എതിരല്ല, ഇല്ലേ? പക്ഷേ ശാസ്ത്രം ചോദിക്കുമ്പോൾ ശാസ്ത്രമാണ് അതിന് മറുപടി, അല്ലെങ്കിൽ നാട്ടു നടപ്പ് ചോദിക്കുമ്പോൾ നാട്ടു നടപ്പാണ് അതിന് മറുപടി, ഇല്ലേ? പിന്നെ ഏറ്റവും എനിക്ക് ബലിയിടുന്നതിൻ്റെ അന്ന് ആഹാരം കഴിച്ചാൽ പിതൃക്കൾക്ക് മോക്ഷം കിട്ടില്ല എന്ന് പറയുന്നു, ശരിയാണോ? ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ മോക്ഷം കൊടുത്തിട്ടുണ്ടോ? ജീവിച്ചിരുന്നപ്പോഴേ മനസ്സമാധാനം കൊടുത്തിട്ടില്ല, പിന്നെ അല്ലേ ഇനി മരിച്ചുപോയ അവർക്ക് ബഹുമോക്ഷത്തെ കൊടുക്കുന്നതിനെ കുറിച്ച് ഇരിക്കുന്നത്, ഇല്ലേ? അത് വെറുതെ തമാശ പറഞ്ഞേ ഉള്ളൂ. ആ ചോദ്യത്തിന് ഉത്തരം ദേവി ഭാഗവതത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ഉത്തരമാണ്. ഇതിലെ പല ചോദ്യങ്ങൾക്കും റിപ്പീറ്റഡ് സ്വഭാവം കൂടുതലാണ്. കാരണം ഒരേ ചോദ്യങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്ന ഒരു സ്വഭാവം കൂടുതലുള്ളത് കൊണ്ട് ഞാൻ അതിനെ വളരെ ചുരുക്കി പറയാം. കാരണം ഇതൊക്കെ വളരെ വിസ്തരിച്ചു പറഞ്ഞ എപ്പിസോഡുകളുണ്ട്. സാധാരണ പിതൃക്കൾക്ക് മോക്ഷത്തെ കൊടുക്കാനാണ് നമ്മൾ സ്വധാദേവിയെ പൂജിക്കുക. അത് അമാവാസിയിൽ, ഇല്ലേ? കർത്തവാവിൻ്റെ തലേന്ന് ഒരിക്കലെടുത്ത് അമാവാസിയിൽ പിതൃകർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതെന്ന് പറയുന്നു. മാത്രവുമല്ല, സ്വധാദേവിയെ പിതൃക്കൾക്ക് നമ്മൾ ശ്രാദ്ധമൂട്ടുമ്പോൾ നമ്മൾ ശരീരശുദ്ധിയോടെ മനഃശുദ്ധിയോടെ ജപബലത്തോടു കൂടി ശ്രാദ്ധമൂട്ടിയാൽ അതിന് ഗുണമുണ്ടാകും. അപ്പോൾ അടുത്ത ചോദ്യത്തിൻ്റെ അടുത്ത ഭാഗം, എന്തിന് മാസബലി? 12 ബലിയും ഒരുമിച്ചിട്ടതുകൊണ്ട് പിതൃക്കൾക്ക് മോക്ഷം കിട്ടാതിരിക്കുമോ? 12 ബലി എന്നല്ല, 25 ബലി ഒരുമിച്ചിട്ടാലും പിതൃക്കൾ ആരും അത് ചോദിക്കാൻ പോകുന്നില്ല. ഞാൻ ഈ പറയുന്ന പോലെ പിതൃക്കൾ എന്ന് പറയുന്ന അപ്പൂപ്പനും അമ്മൂമ്മയല്ല, പിതൃക്കളൊക്കെ ദേവഗണമാണെന്നും ആ പിതൃക്കളാണ് ഇവർക്ക് മോക്ഷത്തെ നൽകുന്നതെന്നും ഒക്കെ നമ്മൾ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷേ ആ ചോദ്യത്തിനൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മൾ ഒരു വർഷത്തെ ആഹാരം നമ്മൾ ഒരുമിച്ച് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? ശരി, അടുത്ത ഒരാഴ്ചത്തെ ആഹാരം ഒരുമിച്ച് ചോറ് കോരി വയ്ക്കുന്നു, അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കി വയ്ക്കുന്നു, നമ്മൾ കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? അത് തന്നെയാണ് മനുഷ്യരുടെ ഒരു മാസം എന്ന് പറയുന്നത് പിതൃക്കളുടെ ഒരു ദിവസം. അപ്പോൾ ഒരു മനുഷ്യന്, നമ്മൾ ദിവസത്തിൽ 5 നേരം 7 നേരമൊക്കെ ആഹാരം കഴിക്കുന്നവരാണില്ലേ? അപ്പോൾ 5 നേരം 7 നേരമൊക്കെ ആഹാരം കഴിക്കുന്ന നമ്മൾ ഇല്ലേ, പിതൃക്കൾക്ക് ഒരുമിച്ച് കൊടുക്കണം എന്നൊന്നും പറയുന്നതിനകത്ത് ഒരു യുക്തിയില്ല, ലോജിക്കില്ല. മാത്രമല്ല, ദേവി ഭാഗവത പ്രകാരം, ശാസ്ത്രങ്ങൾ പ്രകാരവും നമ്മുടെ മനുഷ്യരുടെ ഒരു മാസമാണ് പിതൃക്കളുടെ ഒരു ദിവസം. അപ്പോൾ ദിവസത്തിൽ ഒരു നേരമെങ്കിലും ആഹാരം കൊടുക്കുക എന്ന് പറയുന്നതാണ് ചിട്ട. ഈ ചോദ്യത്തിനും ഉത്തരം ഇന്നലെ ഞാൻ പറഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. കാക്ക വന്ന് തലയിലിരുന്ന് കഴിഞ്ഞാൽ സാധാരണ അങ്ങനെ ഈ കാക്കയെ ഇത് വന്ന് അങ്ങനെ തലയിലിരിക്കുക, അല്ലെങ്കിൽ മുന്നിൽ മരിച്ചു വീഴുക എന്നൊക്കെ തുടങ്ങിയതിന് നമ്മൾ പിതൃശാപം, ശനിയുടെ കാര്യം, അങ്ങനെ പല പല ചിന്തകളാണ്, പ്രശ്ന ചിന്തകളാണ്. എങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അത് അത്ര ഒരു പോസിറ്റീവ് മൊമെൻ്റായിട്ട് കാണാൻ വയ്യ, അത്രയേ ഉള്ളൂ. പല്ലിയുടെ കാര്യം ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, പല്ലി വന്ന് വീഴുന്നതിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ അല്ലേ? അതൊന്ന് പുനർചിന്തനം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. പിന്നെ വശ്യം എന്നാൽ എന്തെന്നാണ് ചോദ്യം. വശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമായി വരിക, അനുകൂലമാക്കി എടുക്കുക എന്നൊക്കെ പറയുന്നതാണ് അതിൻ്റെ ഒരു സാമാന്യ രീതിയിലെ ഭാഷ. അല്ലാതെ നമ്മുടെ ഈ വശ്യം എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഉടനെ വൈശാലി സിനിമയിൽ ഋഷിശൃംഖനെ വശീകരിക്കാൻ പോയ വൈശാലിയുടെ കഥയൊന്നും ഓർമ്മ പറയേണ്ട കാര്യമില്ല. അതൊക്കെ അതിനകത്ത് കാൽപ്പനികമായ ഫാൻറ്റസികൾ കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നമുക്ക് ഹിതമായി വരണം. നമുക്ക് എപ്പോഴാണ് ഹിതമായി വരിക എന്ന് പറയുന്നത് ഒരു കാര്യം. അതിപ്പോൾ നമുക്ക് ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു പേന വാങ്ങിക്കണം, ഇല്ലേ? നമ്മൾ ആ പേന മേടിക്കണമെങ്കിൽ എന്ത് പറയും? ആദ്യം നമ്മൾ പേനയെക്കുറിച്ച് ചിന്തിക്കും, പിന്നെ ആ പേനയുടെ വില അന്വേഷിക്കും, പിന്നെ എന്നിട്ട് ആദ്യം അമ്മയോട് പറയും, പിന്നെ എന്നിട്ട് അച്ഛനോട് ഇങ്ങനെ പറഞ്ഞ് അച്ഛൻ അവസാനം വിചാരിക്കും ഒരു പേന അങ്ങ് വാങ്ങിച്ചു കൊടുക്കാം. ഇത്ര തന്നെ വശ്യത്തിലും സംഭവിക്കുന്നുള്ളൂ, ഇല്ലേ? നമ്മൾ മനസ്സിന് തീവ്രമായ ഒരാഗ്രഹം ഭഗവാനോടോ ഭഗവതിയോടോ പറഞ്ഞ് അതിന് ചില ഉപാധികൾ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഇല്ലേ? ചിലരതിന് ഭസ്മമായിട്ട് എടുക്കാറുണ്ട്, ചിലരതിന് മറ്റു ചില ദ്രവ്യങ്ങൾ എടുക്കാറുണ്ട്. ഇങ്ങനെ പറഞ്ഞ് ഏറ്റവും അവസാനം നമുക്കതങ്ങ് സാധിച്ചു കിട്ടുന്നത് പോലെ. അല്ലാതെ വശ്യം എന്ന് പറയുന്നതിന് വലിയ ഈ നമ്മൾ ഈ പറയുന്ന ഒരു കാൽപ്പനികതയൊന്നും ഈ വശ്യം എന്ന് പറയുന്ന സാധനത്തിനൊന്നും നമുക്ക് പറയാനില്ല.
சார் ஒரு தமிழ் செஷன் தொடங்குவோம்னான ചോദ്യം. கண்டிப்பா ஒரு தமிழ் செஷன் கண்டிப்பா ஆரம்பிக்கிறேன். எதுக்குன்னா இந்த மாதிரி சந்தேகம் எல்லாம் இருந்துருச்சுன்னா கண்டிப்பா இமெயில் பண்ணுங்க. எல்லாமே நான் நேரத்தை சொன்ன வாட்ஸ்அப் நம்பர்ல அனுப்புங்க. அந்த மாதிரி வந்துருச்சுன்னா கண்டிப்பா நமக்கு என்னால பண்ண முடியுது. இல்லாம இருந்துருச்சுன்னா என்னால முடியாது. அதை தவிர தமிழ் எழுத்து வாசிக்கிறது கொஞ்சம் கஷ்டம்தான். அதனால் இங்கிலீஷில் கொஸ்டின்ஸ் டைப் பண்ணால் ரொம்ப சந்தோஷம். இல்லாமல் இருந்ததுன்னா கொஞ்சம் டைம் കൊടുത്തിട്ടാൽ പോലും തമിഴിൽ അതെല്ലാമേ ആൻസർ பண்ணலாம். തമിഴ് പോയപ്പോൾ അടുത്ത് കന്നഡയും തെലുങ്കും മനസ്സിലാവും. കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. తెలుగు మీరు ఎక్కడియోపట్టు వచ్చారు, నీ పేరు ఏమిటి, నీ భోజనం చేసినారా, టీ త్రాగారు, అలా తెలుగు കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. പക്ഷെ കന്നഡ മനസ്സിലാവത്രേ ഉള്ളൂ. പക്ഷിക്കുറ്റത്തിനെ കുറിച്ച് ഇന്നലെ പറഞ്ഞു. എന്താണ് പക്ഷിക്കുറ്റം? പക്ഷിക്കുറ്റം എന്ന് പറഞ്ഞാൽ പഴയ നാട്ടിലെ അമ്മൂമ്മമാർ പറഞ്ഞു വച്ചിരുന്ന ഒരു സമ്പ്രദായമാണ്. പണ്ടത്തെ നാട്ടിലെ അമ്മൂമ്മമാരെല്ലാവരും കൂടി കൊച്ചു കുഞ്ഞുങ്ങളെ സന്ധ്യയ്ക്ക് പുറത്തോട്ട് കൊണ്ടുപോകരുത്, പുറത്തേക്ക് കുഞ്ഞുങ്ങളെ സന്ധ്യയ്ക്ക് പടിക്ക് പുറത്ത് കൊണ്ടുപോകരുതെന്ന് പറഞ്ഞ് എന്നാൽ പക്ഷികൾ കണ്ണുപെടും എന്നാണ് പറയുക. അതിൻ്റെ സയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സന്ധ്യാനേരം എന്ന് പറയുന്ന ഒന്നാമത് ഈ പൊടി പുകയൊക്കെ കൊണ്ട് അങ്ങോട്ടേക്ക് ഭയങ്കര പൊല്യൂട്ടഡ് ആവുന്ന സമയം. രണ്ടെന്ന് പറയുന്നത് അത് രാത്രിയുമല്ല പകലുമല്ലാത്തൊരു സമയം. മൂന്നെന്ന് പറയുന്നത് ആകാശത്ത് പക്ഷികൾ ഇങ്ങനെ കൂടണയാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് വിസർജ്യങ്ങൾ പതിക്കാം, തൂവലുകൾ പതിക്കാം, മറ്റു പല 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 നമുക്കറിയാമല്ലോ പക്ഷിപ്പനി തുടങ്ങി എത്ര ഡിസീസുകളാണ്, സ്പ്രെഡിങ് ഡിസീസുകളാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് സന്ധ്യാനേരത്തെ പ്രത്യേകിച്ചും റെസ്പിറേറ്ററി സിസ്റ്റം എന്താ പറയുന്നത് ഒരു സ്ട്രോങ് അല്ലാതെ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. പിന്നെ അടുത്ത ചോദ്യം, ഞാൻ ഇന്ന് കൂടുതൽ കമൻറ്റ് ബോക്സ് നോക്കാത്തതിൻ്റെ റീസൺ ഒരുപാട് ചോദ്യങ്ങൾ പറയാനുണ്ട്. കാരണം നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സെഷൻസ് നമ്മൾ വരുന്നത്. അതുകൊണ്ടാണ് കുഞ്ഞിന് കറുത്ത മറുക് വെച്ചാൽ കണ്ണ് പെടാതിരിക്കുമോ? അതൊരു ചോദ്യമാണ്. അതിൻ്റെ കോമൺ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. അതായത് ഏത് കാര്യമാണെങ്കിലും നമ്മൾ വളരെ നന്നായിരിക്കുന്നു, വളരെ ഭംഗിയായിരിക്കുന്നു എന്നൊക്കെ നമ്മൾ ഒരു 10 തവണ കേട്ട് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു സെൽഫ് പ്രൈഡ് വരും. ഞാനൊരു സംഭവമാണ്, പ്രസ്ഥാനമാണെന്നൊക്കെ ഒരു തോന്നൽ വരും. ആ അഹംബോധമൊക്കെ ഒഴിവാക്കാനായിരിക്കണം ഈ പണ്ടുള്ള എന്താ പറയുന്നത് കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു കണ്ണ് പെടാതിരിക്കാൻ ഒരു കറുത്ത കാക്കാപ്പുള്ളി എന്ന് പറയുന്ന ഒരു സാധനം വയ്ക്കുന്നത്. പിന്നെ നമ്മളെന്നെ സംബന്ധിച്ച് അങ്ങനെയൊന്നും വയ്ക്കേണ്ട ഒരു കാര്യമില്ല. കാരണം മുഴുവൻ പുള്ളികളാണല്ലോ. അതുകൊണ്ട് പിന്നെ ആരും കണ്ണ് വെച്ച് വിടുമെന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. ശ്രീകുമാരി അയച്ച ക്വസ്റ്റ്യൻ എനിക്ക് ക്ലിയർ ആയിരുന്നില്ല. മൊബൈൽ ഫോണിൽ സമയം നോക്കണമെന്നാണോ, മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ സമയം നോക്കണമെന്നാണോ? എന്താണെങ്കിലും അതിന് ഞാൻ റഫായിട്ടൊന്ന് മറുപടി പറയാം. മൊബൈൽ ഫോണിൽ സമയം നോക്കുന്നതൊക്കെ സൗകര്യം. മൊബൈൽ ഫോണിലോ ക്ലോക്കിലോ വാച്ചിലോ ഒക്കെ അതൊന്നും വിഷയമല്ല. അതിനൊന്നും ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തണ്ട. പിന്നെ മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ ഇന്ന് വരെ ആരും എൻ്റെ അടുത്ത് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല കേട്ടോ. പലരും വീട് വയ്ക്കാൻ, കുറ്റി വയ്ക്കാൻ സമയം ചോദിച്ചിട്ടുണ്ട്. പിന്നെ വണ്ടി വാങ്ങിക്കാനുള്ള മുഹൂർത്തം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കുഞ്ഞിന് കാത് കുത്താനുള്ള മുഹൂർത്തം ചോദിച്ചിട്ടുണ്ട്. ഇതുവരെ മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ ആരും മുഹൂർത്തം ചോദിച്ചിട്ടില്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു ഗണന നടത്തിയിട്ടില്ല. പിന്നെ നമുക്ക് സാമാന്യ രീതിയിൽ നമുക്ക് അഭിജിത്ത് എന്ന് പറയുന്ന മുഹൂർത്തം നമുക്ക് ഏത് മംഗളകാര്യങ്ങൾക്കും നല്ലതാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഈ വിശ്വാസം എന്ന് പറയുന്നത് കിടാവിളക്ക് പോലെയാണ്, അതൊരു പിടിവള്ളിയാണ്. നമ്മൾ അന്ധവിശ്വാസികളാവരുതെന്ന് പറയുന്നതിനകത്ത് സദാനന്ദൻ്റെ സമയമുണ്ട്. അങ്ങനെ ഏതോ ഒരു സിനിമയുണ്ട് ഇല്ലേ, രാവിലെ ഗോപിയേട്ടാ ചായ എടുക്കാൻ അഭിജിത്ത് മുഹൂർത്തമായാലേ പറ്റൂ എന്ന് പറയുന്ന ട്രാക്കിലോട്ട് നമ്മൾ പോകരുത് ഇല്ലേ. പിന്നെ സ്ത്രീകളുടെ അശുദ്ധി നാമജപം, അയ്യോ എൻ്റെ പൊന്നു ശിവനെ, ഈ ചോദ്യത്തിന് മറുപടി പറയാൻ ഇനി വയ്യ. ഞാനിതിൽ പറഞ്ഞു മടുത്തൊരു ചോദ്യമാണ്. ഏത് നമ്മുടെ ലൈവ് സെഷൻസിനാണെങ്കിലും ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് പഴയ സെഷൻസ് പരിചയമില്ലാത്തവരാണ് ഈ പുതിയ സെഷൻസിൽ. അങ്ങനെയാണ്. നാമം ജപിച്ചോളൂ, നാമം ജപിച്ച് ഋതുവായ പെണ്ണിനും ബാക്കി ഹരിനാമ കീർത്തനത്തിൽ നിന്ന് ടൈപ്പ് ചെയ്യുന്നവർക്ക് ചോക്ലേറ്റ് സമ്മാനം. ഒരു എത്ര ചോദ്യങ്ങളാണ് ഇങ്ങനെ ഒന്നൊന്നായിട്ട് വരുന്നത്. നമ്മൾ അരി കഴുകുന്ന സമയത്ത് നമ്മൾ ഏത് സമയത്തും നാമം ജപിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അരി കഴുകുന്ന സമയത്ത് നാമം ജപിക്കും. സാധാരണ രീതിയിൽ നമ്മൾ അരി അടുപ്പിലേക്ക് ഇടുന്ന സമയത്ത് അതിൽ നിന്ന് 1 മണി അരി, പണ്ടൊക്കെ ആണെങ്കിൽ
എന്താ പറയുന്നത്, തീ കത്തിക്കുന്നതല്ലേ, വിറക് കത്തിക്കുന്നതല്ലേ, വിറകോ ചിരട്ടയോ ഒക്കെയാണല്ലോ കത്തിക്കുന്നത്. 1 മണിയായ അരി അഗ്നിയിലേക്ക് സമർപ്പിച്ച് ഓം അഗ്നേദം നമമ എന്ന് പറഞ്ഞ് ഇല്ലേ ആഹാരം തരുന്ന അഗ്നിദേവനെ നമസ്കരിച്ച. എന്തുകൊണ്ട് അഗ്നിദേവനെ നമസ്കരിക്കുന്നു? സൂര്യഭഗവാന്റെ പ്രതിനിധിയായിട്ടാണ് നമ്മൾ അഗ്നിയെ കാണുന്നത്. സൂര്യഭഗവാൻ ഉള്ളത് കൊണ്ടാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത്, ഇല്ലേ? അന്തരീക്ഷത്തിൽ ചെടികൾ ആഹാരം പാചകം ചെയ്യുന്നത് ഒക്കെ ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് കൊണ്ടാണ്. അതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡായിട്ടാണ് സൂര്യഭഗവാന്റെ അതേ തേജസ്സും മോജസ്സുമുള്ള അതിൻ്റെ മിനിയേച്ചർ രൂപമായ അഗ്നിയെ നമ്മൾ ഈശ്വരനായി സങ്കല്പിച്ച് 1 മണി അരി ഇടുന്നത്. അരി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ടുള്ള അമ്മമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, 3 വലത്ത് ഒഴിയും. 3 വലത്ത് ഒഴിഞ്ഞ് അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരഗ്യ സിദ്ധാർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി മാതാ ച പാർവതി ദേവി പിതാ ദേവോ മഹേശ്വര ബാന്ധവോ ശിവഭക്താശ്ച സ്വദേശം ഭുവനത്രയം എന്ന് പറഞ്ഞ് നമ്മൾ അരി കഴുകിയിടുന്നത്. പിന്നെ അത് ഇന്നലെ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. എങ്കിലും ആ ചോദ്യം ഒരിക്കൽ കൂടി ചോദിച്ചതുകൊണ്ട് ഞാൻ വളരെ ക്യുക്കായിട്ട് ഐ വിൽ ഗോ ഫോർ എ വെരി ക്യുക്ക് ആൻസർ സെഷൻ. അതായത് വീട്ടിൽ പാല് കാച്ചുമ്പോൾ ഇല്ലേ, പാല് വടക്കോട്ട് തൂകുന്നത് ദോഷമാണോ എന്നുള്ളത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വടക്കോട്ടോ കിഴക്കോട്ടോ തൂകി എന്ന് പറയും. കിഴക്കോട്ട് തൂകുന്നത് സന്തോഷം, വടക്കോട്ട് തൂകി എന്ന് പറഞ്ഞാൽ ഒരു ദോഷവുമില്ല, വടക്കോ കുബേരൻ്റെ സ്ഥാനമാണ്. അതുപോലെ ചിലർ ചോദിക്കാറുണ്ട് തെക്കോട്ട്. സാധാരണ നമ്മൾ തെക്കോട്ട് എല്ലാ കാര്യങ്ങൾക്കും തെക്കോട്ട് നമ്മളൊരു അങ്ങനെ പ്രിഫർ ചെയ്യാറില്ലെങ്കിലും അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുകയാണ്, തെക്ക് ദക്ഷിണാമൂർത്തി സ്വരൂപമായിട്ടുള്ള ചില ക്ഷേത്രങ്ങളിൽ ചില പൂജകൾക്ക് നമ്മൾ തെക്കോട്ടിരിക്കുന്നതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ദക്ഷിണാമൂർത്തി സ്വാമിയെ സങ്കല്പിച്ചിട്ടാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഭാവബലം അഥവാ സങ്കല്പം അനുസരിച്ച്, ഇറ്റ്സ് പ്യൂർലി ഡിപ്പെൻഡിങ് ഓൺ ദെയർ ഭാവബലം അല്ലെങ്കിൽ സങ്കല്പം അനുസരിച്ചിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുക വാട്ട് ടു ഡു നെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ശരിയെന്നോ ഒന്ന് തെറ്റെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. വടക്കോട്ട് തൂകിയത് കൊണ്ട് ഒരു ദോഷവും ഇല്ല. ഇനിയിപ്പം വടക്കോട്ട് തൂകി എന്താണ് റെമഡി? ആ വീട് വിൽക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ വീട്ടിൽ താമസിക്കാതിരിക്കാൻ പോകുന്നുണ്ടോ? അതൊന്നുമല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള വിശ്വാസങ്ങളുടെ പറയാം, കിഴക്കോട്ട് തൂകുന്നത് സന്തോഷം, അത്ര തന്നെയാണ്. വടക്കോട്ടും സന്തോഷം ഇല്ലേ, പടിഞ്ഞാറോട്ടും സന്തോഷം. തെക്കോട്ടാണെങ്കിൽ കുറച്ച് നാമം ജപിക്കാൻ കൂടി പറയും, അത്രയേ ഉള്ളൂ. തെക്കോട്ടും ദോഷമെന്നൊന്നും പറയാനില്ല. ഏതാണ് ദോഷം എന്ന് പറയുന്നത്? അതുപോലെയാണ് വിളക്കിൻ്റെ തിരികളുടെ എണ്ണം. ഞാൻ പറയണോ വേണ്ടേ? കഴിഞ്ഞ 4 വർഷമായിട്ട് ലൈവിൽ കണ്ടിപ്പാக இது தான் சொல்லிகிட்டே இருக்குது. எவ்வளவு திரி போடணும், எப்படி போடணும், அந்த திரி எண்ணெய் ஊற்ற வேண்டியது, இதெல்லாமே நான் கண்டிப்பாக அது தான் கேட்டுகிட்டே இருக்குது. ஹிரண்மயி சுஜீந்திரம். അപ്പം அதனால் நான் என்ன நினைக்கிறேன்னா, நம்ம தமிழ்நாட்டில் இருக்குன்னு நினைக்கிறேன். அப்போ அதனால் இதெல்லாமே ரொம்ப ஒழுக்க சுத்தமாக பேசியிருக்காரு. ஆல்ரெடி டிஃப்ரெண்ட் டைம்ஸ் இதுக்கு பதில் சொல்லியிருக்காரு. ஆனால் காலையில் கிழக்கு, மத்தியானம் ஆஃப்டர்நூன் ஈவினிங் പടിഞ്ഞാറ്, அவ்வளோதான். 2 இது திரி கூப்பணும், கை கூப்பின மாதிரி ஒரு 2 திரியை போட்டு விளக்கு போட்டு சுத்தமாக ദീപത്തെ ஏற்றிடலாம். അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് പ്രത്യേകിച്ചൊരു ഫർദർ എക്സ്പ്ലനേഷൻ എനിക്ക് വേണമെന്ന് തോന്നുന്നു. അത് വേണോ? ഇനി അത് പറയണോ? അത് പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഭർത്താവിൻ്റെ മദ്യപാനമാണ് പ്രശ്നം. എനിക്ക് എന്താണ് മറുപടി പറയുക? അല്ലേ, ഒന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്, അല്ലേ? ചില കർമ്മത്തിൻ്റെ കെട്ടുപാടുകൾ കൊണ്ടും മുജ്ജന്മത്തിലെ പാപങ്ങൾ കൊണ്ടും നമുക്ക് ഒരു തരത്തിലും നമുക്ക് അവരെ മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അത് കർമ്മദോഷം കൊണ്ട് അതങ്ങ് പെട്ട് അല്ലെങ്കിൽ അൺലെസ് ആൻഡ് അണ്ടിൽ അവർക്ക് അത്രയും തീവ്രമായ ഒരു ആഗ്രഹം വേണം. മറ്റ് ഉപദ്രവങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല, ഇതൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ സ്വസ്ഥമായിട്ട്. കാരണം എനിക്ക് കഥയിൽ നിന്ന് മനസ്സിലാവുന്നത് 23 വർഷം 24 വർഷം ശ്രമിച്ചിട്ട് നമുക്ക് മാറാൻ അദ്ദേഹം വില്ലിങ് ആവുന്നുമില്ല, നമുക്കൊട്ട് മാറ്റാൻ പറ്റുന്നുമില്ല. നമ്മൾ സർവ്വ അടവും പ്രയോഗിച്ചിട്ടുണ്ടാവും. ചില കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ വിധിക്ക് അനുസരിച്ച് അങ്ങ് വിടുന്നതാണ് നല്ലത്. കാരണം ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സമാധാനം കൂടി പോകും, ഇല്ലേ? ഇനി ഫിസിക്കൽ അസോൾട്ട്
മെൻ്റൽ അസോൾട്ട്, ശാരീരിക പീഡനം തുടങ്ങിയവയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനോ വനിതാ കമ്മീഷനോ എന്താണോ അതിൻ്റെ പ്രതിവിധി. ഇപ്പോൾ മക്കളൊക്കെ കുറച്ച് മുതിർന്ന മക്കളൊക്കെ ആണെങ്കിൽ മക്കളുടെ സഹായം തേടാം. ഇപ്പോൾ ഭർത്താവിനെ സദാ മര്യാദാ പുരുഷോത്തമനായിട്ട് പ്രതിഷ്ഠിക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കയ്യിലിരിപ്പിതായിരിക്കുകയും മക്കളിൽ നിന്നൊക്കെ മറച്ചു വയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രായോഗികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാം. മക്കൾ ഇൻ്റർഫിയർ ചെയ്യേണ്ട വിഷയമുണ്ടെന്ന് തോന്നിയാൽ പ്രായപൂർത്തിയായ 21, 22 വയസ്സായ മക്കളെന്നൊക്കെ പറയുന്നത് ശരിക്ക് പ്രായപൂർത്തിയായ അവർക്ക് സാഹചര്യങ്ങൾ മനസ്സിലാക്കാം, മക്കളുടെ സഹായം തേടാം, അല്ലെങ്കിൽ മക്കളോട് ഈ അവസ്ഥകളെ തുറന്നു പറയാം. എനിക്ക് അറിഞ്ഞുകൂടാ ഇനി ഫിസിക്കൽ അസോൾട്ട് ഉണ്ടോ അങ്ങനെ ഒന്നും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് ഇതിനെ മന്ത്രം കൊണ്ട് മാത്രം മാറ്റാനുള്ള മാജിക്കുകളൊന്നും ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ അല്ലെങ്കിൽ പല പല ഊടായ്പകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ പൊടി, ഈ പൊടി, മറ്റേ പൊടി, മറിച്ച പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ ആണെന്നൊന്നും എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. എനിക്ക് അങ്ങനെ ഒരു ഇല്ലേ, സന്തോഷമായിട്ട് നമുക്ക് നാമം ജപിച്ച് ഐശ്വര്യമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. ഇന്ന് കമൻറ്റ് ബോക്സ് ഞാൻ വലുതായിട്ട് നോക്കിയിട്ടില്ല. കമൻറ്റ് ബോക്സിലെ ചോദ്യങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കമൻറ്റ് ബോക്സിലെ ചോദ്യങ്ങൾ അടുത്ത ഒരു സെഷൻ വരുമ്പോൾ, അടുത്ത ആഴ്ചത്തെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ, ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ നമുക്ക് പോവാം. ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വരുമ്പോൾ നമുക്ക് പോവാം. പിന്നെ ചോദ്യം രാമായണത്തിൻ്റെ ക്രമം. രാമായണത്തിൻ്റെ ക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. കൊച്ചുമകൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എനിക്ക് തോന്നുന്നു വിദ്യാവിജയമായിരിക്കണം അമ്മ ഉദ്ദേശിച്ചത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഏതാണ്ടൊരു ഫോണ്ടൊക്കെ മാറി അത് വേറെ ഏതാണ്ടൊക്കെ ഒരു ലിപിയിൽ നമ്മൾ ബാഹുബലിയിലെ ലാസ്കൂ എന്നൊക്കെ പറയുന്ന ഒരു ലിപിയിൽ കിടക്കുന്നുണ്ട്. വിദ്യാവിജയത്തിനാണെങ്കിൽ നമ്മൾ ബാലകാണ്ഡം ഭാർഗവ ഗർവശമനമാണ് നമ്മൾ വായിക്കുക. ഭാർഗവ ഗർവശമനത്തിലെ ഞാനൊഴിഞ്ഞുണ്ടോ രാമൻ ഈ ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നകിലോ എന്ന് തുടങ്ങി ശ്രീരാമ ദശരഥ നന്ദന ഋഷികേശ ശ്രീരാമ കൗസല്യാത്മജഹരേ എന്ന വരി വരെയുള്ള ഭാഗമാണ് നമ്മൾ വിദ്യാവിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ രീതിയിൽ ഗുരുപരമ്പര പറഞ്ഞു വയ്ക്കുന്ന ഒരു ശ്ലോകം. രാമായണമൊക്കെ നമ്മൾ വളരെ വിസ്തരിച്ച് ചെയ്തിട്ടുള്ള എപ്പിസോഡ്സ് ആയതുകൊണ്ടാണ് ഞാൻ അതിങ്ങനെ വളരെ കൂടുതൽ അതിനെക്കുറിച്ച് എടുത്തു പറയാത്തത്. അപ്പോൾ ഇനി നാളെ തൊട്ട് ഉള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനിയിപ്പോൾ തൈപ്പൂയം വരുന്നു. പിന്നെ മാത്രമല്ല പൗർണമി വരുന്നു. പൗർണമിയും തൈപ്പൂയവും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ പൗർണമിയും തൈപ്പൂയവും ഒക്കെ വരുന്നത് കൊണ്ട് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഇല്ലേ, നമുക്ക് കെയർഫുൾ ഇൻ ദി സെൻസ് നമുക്ക് നാമം ജപിക്കാൻ ഒരുപാടുണ്ട്. അപ്പോൾ നാളെ നമുക്ക് ലളിത സഹസ്രനാമം ഇല്ലേ, രാവിലെ തന്നെ ലളിത സഹസ്രനാമം പാരായണം മറന്നു പോകരുത്. ഇല്ലേ, ചിലപ്പോൾ എനിക്ക് റീലിലൊന്നും വന്ന് ഓർമ്മിക്കാൻ പറ്റിയില്ലെങ്കിൽ അമ്മമാർ മറന്നു പോകരുത്. സന്തോഷത്തോടെ ഇല്ലേ, ഇങ്ങോട്ട് നോക്കൂ, വിഷമിക്കാതിരിക്കൂ ഇല്ലേ, സന്തോഷത്തോടെ ഇരിക്കൂ. എന്തിനാണ് വിഷമിക്കുന്നത്? ഇങ്ങോട്ട് നോക്കൂ, എന്തിനാണ് വിഷമിക്കുന്നത്? പറയൂ. സർവശക്തനായ ഭഗവാൻ എല്ലാ പ്രാർത്ഥനയും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. വിഷമിക്കരുതെന്ന് പറഞ്ഞില്ലേ ഇല്ലേ? ഇപ്പം നമുക്ക് തോന്നുന്ന ഫിനാൻഷ്യൽ ക്രൈസിസും സാമ്പത്തിക പ്രശ്നവും ഒക്കെ മാറുമല്ലോ ഇല്ലേ? പിന്നെ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? സന്തോഷമായിട്ട് ഫാമിലിയുമായിട്ട് കുടുംബമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കൂ ഇല്ലേ? നമ്മളെല്ലാ കാശും പണവും ഒക്കെ വന്നിട്ട് നമുക്ക് യാത്ര പോകാമെന്നോ ആഹാരം കഴിക്കാമെന്നോ അല്ലെങ്കിൽ നല്ല താമസിക്കാമെന്നോ ഒക്കെ വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം കാശൊക്കെ വരുമ്പോൾ എല്ലാവരും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കിട്ടുന്ന സമയം സന്തോഷത്തോടു കൂടി ഇല്ലേ? ലോകത്തിൽ ഒരൊറ്റ ചോദ്യം കൂടി, ആൺകുട്ടികളെ വളർത്തുമ്പോൾ ഭയങ്കര സ്ട്രഗിൾ ഫീൽ ചെയ്യുന്നു. സാറിന് എന്താണ് അഭിപ്രായം? എല്ലാ വീടുകളിലും ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവർ കൗമാരപ്രായത്തിലേക്ക് കിടക്കുമ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇല്ലേ? കാരണം അവരുടെ ഹോർമോണൽ ചേഞ്ചുകൾ, അവരുടെ വൈകാരിക തലം മാറുന്നു, അവരുടെ ഡിസ്കംഫർട്ടുകൾ, ശാരീരികമായ ഡിസ്കംഫർട്ടുകൾ ഒക്കെ നമ്മൾ കണക്കാക്കണം. ഉണ്ട്, 100% നമുക്കത് മനസ്സിലാവും. പക്ഷേ ഏറ്റവും പ്രധാനം ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളെ പ്രത്യേകിച്ചും
പെൺകുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യാൻ, ബഹുമാനിക്കാൻ പഠിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മറ്റൊന്ന് പഠിച്ചില്ലെങ്കിലും സ്ത്രീകളോട് ബഹുമാനത്തോടു കൂടി പെരുമാറാൻ, സ്ത്രീകളോട് ബഹുമാനത്തോടെ, പൂർണ്ണ ബഹുമാനത്തോടു കൂടി അവരോട് ഇടപഴകാൻ, ഒരു തരത്തിലും ഒരു നോട്ടം കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ ഒരു സ്പർശം കൊണ്ടോ ഒരു തരത്തിലും അവരെ അസ്വസ്ഥമാക്കാതിരിക്കാൻ പഠിപ്പിക്കാൻ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ പറ്റണം, പാരൻസിന് പറ്റണം. അതൊന്ന് പറ്റിയാൽ ബാക്കിയൊക്കെ പിറകെ വരും, ഇല്ലേ? അതുകൊണ്ടാണ് ആരും, ഇല്ലേ, ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ആറ്റിറ്റ്യൂഡ്, ഇല്ലേ, എക്സ് ഓർ വൈ. പക്ഷേ നമ്മൾ വളർത്തുന്ന കുട്ടികൾക്ക് ഒരു ആറ്റിറ്റ്യൂഡേ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്കൊരു ആറ്റിറ്റ്യൂഡേ പാടുള്ളൂ. സർവ്വതും ഈശ്വരാർപ്പണം, ജഗന്മയി, ചിന്മയി, പരമാനന്ദമയി, മാതൃസ്വരൂപിണി, നാരിശക്തി എന്നാണ്. പരമാനന്ദമായിരിക്കുന്ന, ചിന്മയിയായിരിക്കുന്ന, ആനന്ദമൂർത്തിയായിരിക്കുന്ന ദേവീ സ്വരൂപം തന്നെയാണ് ഓരോ സ്ത്രീകളും. അതുകൊണ്ട് തന്നെയാണ് ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ് നമ്മൾ അമ്മ എന്ന് നമ്മളവരെ അഭിസംബോധന ചെയ്യുന്നത്. അമ്മ എന്ന് വിളിക്കുന്നിടത്ത് ബാക്കിയുള്ള ഒരു ഇമോഷൻസിനും സ്ഥാനമില്ല. കാരണം ദാറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് ഇമോഷൻ ദാറ്റ് വൺ ക്യാൻ എക്സ്പ്രസ്. അവിടെ മറ്റൊരു ചിന്തകൾക്കും സ്ഥാനമില്ല, ഇല്ലേ? ചിന്തകൾക്കും സ്ഥാനമില്ല എന്ന് മാത്രമല്ല, ആ ചിന്തകൾക്കുള്ള സ്പേസ് നമ്മൾ ഇഗ്നോർ ചെയ്യുക, അവോയ്ഡ് ചെയ്യുകയും കൂടി ചെയ്യും. അപ്പോൾ അങ്ങനെ വളർത്താൻ പറ്റുന്നതാണ് ഏറ്റവും സന്തോഷം എന്നാണ്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, ഇല്ലേ? അഭിപ്രായങ്ങളുള്ളതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങളും പലർക്കും കേട്ടിരിക്കുന്നവർക്കും കണ്ടിരിക്കുന്നു. അപ്പോൾ സന്തോഷത്തോടുകൂടി, ആനന്ദത്തോടുകൂടി നാളെ പൗർണമി പൂജ നാളെ നമുക്ക് കാണാം. ദേവി മാഹാത്മ്യത്തിലെ നമ്മൾ 1-2 നവാംഗങ്ങളിൽ 1-2 അവസാനത്തെ 1-2 അംഗങ്ങൾ കൂടെ വിസ്തരിക്കാനുണ്ട്. അതും പറഞ്ഞുതരാം. സർവഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരി 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 ഓൽ. രാധേ 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 ശ്യാം. ആരതി 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 ഓം. 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 ആരതി 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 ഓം. ആരതി 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 ഓം. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ ദേവി നാരായണി നമോസ്തുതേ. നമസ്തേ ഗരുഡാരൂഢേ കോലാസുരഭയങ്കരീ സർവപാപഹരേ ദേവി നാരായണി നമോസ്തുതേ. നാരായണി നമോസ്തുതേ. നാരായണീ നമോസ്തുതേ. സർവഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരി 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 ബോൽ. രാധേ 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 ശ്യാം. സത് ശ്രീ അകാൽ.